കണ്ണൂർ പോയി ട്രെയിൻ ഇറങ്ങി നേരെ വെച്ച് പിടിച്ച് നമ്മുടെ കാൽടെക്സിലേക്കാണ്. സ്റ്റേഷന് മുന്നിൽ ഇവരുടെ തന്നെ പുതിയൊരു ഷോപ്പ് ഓപ്പൺ ആയിരുന്നെങ്കിലും ഈ മുതൽ ആദ്യമായിട്ട് കഴിക്കുമ്പോഴത്തേക്കും അത് ഇവിടുന്ന് തന്നെ കഴിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല തിക്കും തിരക്കൊക്കെ ഉണ്ട്. ഒരു മനുഷ്യനവിടെ വട്ടം കറങ്ങിന്ന് 3-4 ജ്യൂസറൊക്കെ വെച്ചാണ് ഈ സാധനം പ്രിപ്പയർ ചെയ്യുന്നത്. അങ്ങനെ നാളിതുവരെ കേട്ടുകേൾവി മാത്രം ഉണ്ടായിരുന്ന കണ്ണൂർ കോക്ടെയിൽ കയ്യിൽ കിട്ടി. അധികം മധുരമോ അധികം ഫ്ലേവറോ ഒന്നും ഇല്ലാത്ത ഒരു ഡീസന്റ് ഡ്രിങ്ക്. അങ്ങനെയാണ് കേട്ടോ എനിക്ക് ഇതിനെ തോന്നിയത്. അത് കഴിച്ചിട്ട് നോക്കുമ്പോൾ ഊണിന് സമയമായി. രാവിലെ ഒന്നും കഴിച്ചില്ലാതെ നല്ല വിശപ്പുണ്ടായിരുന്നു. നോക്കുമ്പോഴേക്കും തൊട്ടപ്പുറം ഒരു ഹോട്ടൽ കണ്ടു. ആ പേരിലാണ് കേട്ടോ ഞാൻ വീണത്. അതുമല്ല ഈ ഹോട്ടലിന് ഏകദേശം എന്റെ അത്ര തന്നെ പഴക്കം ഉണ്ടാവും കേട്ടോ. അങ്ങനെ അവിടെ നമ്മൾ ഊണ് ഓർഡർ ചെയ്തു. തൂക്കുകറികളും സ്പെഷ്യലും വന്നു. സ്പെഷ്യലിൽ നിന്ന് എനിക്ക് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് അടിച്ച അയല ആയിക്കുറയും കൊഞ്ചും ഞാനിങ്ങ് നോക്കി. 2-3 സ്പെഷ്യൽ മേടിച്ച് ഫോൺ എടുക്കണം കണ്ടപ്പോഴത്തേക്കും അവരെന്നെ എടുത്ത് ചോദിച്ചു, നീ യൂട്യൂബർ അല്ലേടാന്ന്. ഞാൻ വളർന്നു വരുന്നേന്ന് വളരെ വിനയകുനീതനായി പറഞ്ഞു. അങ്ങനെ അവിടുന്ന് ഐക്കൂറയും മയലയും കൊഞ്ചും എല്ലാം കൂട്ടിയിട്ട് നല്ല അതിവിശാലമായി ഊണ് കഴിച്ചു കേട്ടോ. ഈ ഊണും നല്ല കഷ്ണം സഹിതമുള്ള മീൻകറിയും 70 രൂപയാണ് കേട്ടോ ചാർജ് ചെയ്യുന്നത്. കഷ്ണമുള്ള മീൻകറി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ ഇതുപോലെ ഫ്രീ കിട്ടുന്ന മീൻകറിയിൽ കഷ്ണം ഉണ്ടാവാറില്ല. സ്പെഷ്യലുകളും ഊണും അത്യാവശ്യം നല്ല ടേസ്റ്റി തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.